ഗൈസ് നിങ്ങൾക്ക് പാറയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഓക്കെ ആണോ? പിന്നെ ഇഷ്ടമല്ലേ? ഓക്കെ. അപ്പം ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രത്യേകമായിട്ടൊരു സ്ഥലമാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നല്ലൊരു സ്പോട്ടാണ്. സ്ഥലത്തിൻ്റെ പേരെന്താ? മൂടവൂർ പാറ എന്ന് പറയും. അതായത് കേരള പുരാവസ്തുവിൻ്റെ കീഴിലുള്ളതാണ്. ഏകദേശം ഇവിടെ 9:30 മുതൽ 6:30 വരെയാണ് വിസിറ്റിംഗ് ടൈം. പിന്നെ നല്ല ആംബിയൻസും ബാക്കി കാര്യങ്ങളാണ്. അകത്തോട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു 5 മണിയായി കാണും. എന്നിരുന്നാലും വെയിലും കുറച്ച് ശമനമുണ്ട്, എന്നിരുന്നാലും ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നത്. ഗൈസ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് ഇവിടെ അതിക്രമിച്ച് കയറുന്നൊക്കെ ശിക്ഷാർഹമാണെന്നൊക്കെ. എനിവേ നമ്മളന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ഹെൽമെറ്റൊക്കെ അഴിച്ചിട്ടേ കയറുള്ളൂ. സോ അവിടുത്തെ കാര്യങ്ങളും അതെല്ലാം നമ്മളിപ്പം കാണിച്ചു തരുന്നതായിരിക്കും. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് റിയം ഹാൻഡ് ടേസ്റ്റേഴ്സ് ടോക്കിംഗ്. ഓക്കെ ഗൈസ് ഇതാണ് നമുക്ക് ആദ്യം കാണുന്ന ഫസ്റ്റ് എൻട്രി. പിന്നെ തൊട്ട് താഴെ ഭാഗത്ത് വരുമ്പം അവർ കാണുന്ന പ്ലേസിലൊക്കെ ആണെങ്കിൽ പാർക്കിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്, കാർ പാർക്കിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. സോ വിസിറ്റിംഗ് ടൈം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ബോർഡിലാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് വിസിറ്റിംഗ് ടൈം. തിങ്കളാഴ്ച അവധിയാണ്, മൺഡേ ഹോളിഡേ ആണ്. ഓക്കെ. പിന്നെ ഇതാണ് പറഞ്ഞ കേരള സർക്കാർ സംരക്ഷണ പ്രദേശം അതിക്രമിച്ച് കടക്കുന്നത് ശിക്ഷാർഹമാണ്. ഓക്കെ കയറുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന സംഭവം ഇതാണ്. ആദ്യം തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ. പാറയിൽ നല്ല സ്ലിപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. എന്താണിത്? പാറയിൽ എഴുതരുത്. ഓക്കെ. ചിത്രീകരണം, ഷൂട്ടിങ് അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വകുപ്പിൻ്റെ അനുമതി വേണം. ഓക്കെ. പാർക്ക് കണ്ടപ്പോൾ കളിക്കണമെന്ന് തോന്നുന്നുണ്ട്. പാർക്കല്ലേ? ഇവിടെ ഏജ് ലിമിറ്റ് ഉണ്ട് കൈസ്. ഇവിടെ ചിൽഡ്രൻ എനിക്ക് വെറും 18 വയസ്സായതുകൊണ്ട് എനിക്ക് കളിക്കാം. 18 വയസ്സാണ് കൈസ്. ഓക്കെ ഓക്കെ കൈസ്. അപ്പം ഓക്കെയുടെ വയസ്സ് നിങ്ങൾക്ക് എല്ലാം തെളിയിച്ച് കാണിച്ചിരിക്കുന്നു. 18 വയസ്സ് പ്രായപൂർത്തിയായ പുരുഷനാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, നല്ലൊരു വെയിലിൻ്റെ ആംബിയൻസ് കുറഞ്ഞു വരുന്ന ടൈമാണ് കേട്ടോ. വേറെ സീനൊന്നുമില്ല, നല്ല ചൂടൊന്നുമില്ല, പക്ഷെ കൊള്ളാം. ഗൈസ് ഇവിടെ കുടുംബശ്രീ ആൻറ്റിമാരെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. ഇവിടെ നീണ്ട് ഞാനൊന്ന് കിടക്കുകയാണ് സ്ഥലം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് നടന്ന് കാണാറുണ്ട്. വലിയ ട്രക്കിങ്, വലിയ ഹൈ രീതിക്ക് പ്രതീക്ഷയൊന്നും വരരുത്. സിമ്പിളാണ്. ഇപ്പം കണ്ട 5 മണിയായിട്ട് വെയിലടിക്കുന്നതല്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. കുറേ സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ. നമ്മൾ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ റിവ്യൂ എടുത്തിട്ടാണ് ഈ സ്ഥലത്ത് വന്നത്. ബെറ്ററാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. എന്താണെങ്കിലും ഓക്കെ. ഇപ്പം വെയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കൊള്ളാം, കണ്ടിടത്തോളം കൊള്ളാം. നല്ല കാറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 6 മണി 6:30 വരെ ഇവിടെ ഉള്ളൂ. പക്ഷെ 6 മണി 6:15 ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിക്കുള്ള ഒരു ആംബിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. എന്താ നമ്മൾ അതല്ല അതുവരെ നിൽക്കും. 6:30 നമ്മൾ വെളിയിറക്കുന്നത് വരെ നമ്മൾ നിൽക്കും. ഓക്കെ ഗൈസ്, ഇപ്പോഴാണ് സംഭവം കണ്ടത്. നിങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കടൽ കാണാൻ പറ്റും. കാണിച്ചു തരട്ടെ. ഞാനിത് ഇപ്പോഴാണ് കണ്ടത്. കാണാടോ. ഞാനിത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ കാണുന്നത് ബീച്ചാണ്. നല്ല സ്പോട്ടാണ്. ഇത് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ കപ്പിൾസിന് ഇരിക്കാനുള്ള സ്ഥലം നമുക്ക് അവിടെയൊക്കെ ടെന്റ് പോലെ ഉണ്ട്, പിന്നെ സ്റ്റേജ് പോലെ ഉണ്ട്. സോ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇനി ഇത് മാത്രമല്ല, ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും നമ്മളിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ബാ. ഓക്കെ ഗൈസ്, നമ്മളിപ്പം ഇവിടെ കുറച്ച് 90s ആളുകൾ സംസാരിക്കുന്നതാണ്. സോറി. ഓക്കെ, അത് എന്നാലും അതൊരു വൈബാണല്ലോ, ഒരു വൈബാണ്. പിന്നെ എന്നാലും ഇതൊക്കെ ഉള്ള കാഴ്ചകൾ കാണാനൊക്കെ റയറാണ്. പിന്നെ അതുപോലെ അവിടെ എന്ന് പറയുമ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാനും അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്.
കേസ് ഈ ഭാഗത്താണ് നല്ല പ്രോഗ്രാംസിനെയും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റേജൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. നല്ല രസമുണ്ട് കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടോ ഒരു നൊസ്റ്റാൾജി ഫീലിങ്സാണ്. ഐ മീൻ ഇവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ അത് പഴയ കാര്യങ്ങളൊക്കെ പറയാനും പണ്ട് ചായക്കടയിൽ ഒന്നിച്ച് കൂടി സംസാരിച്ചിട്ട് ഒരു വൈബ് അടിക്കുമല്ലോ, ആ ഒരു ഫീലിങ്സ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരുമ്പോൾ റയറായിട്ട്, അതായത് ഇവിടെ ഉള്ള ആളുകളായിരിക്കാം, അടുത്തുള്ള ആളുകളായിരിക്കും ഇവിടെ ഒന്ന് സംസാരിക്കുന്നത്, എന്നാൽ അതൊക്കെ കാണാൻ നല്ലൊരു ഇതാണ്. യെസ്. ഓക്കെ, വാ ഇനി നമുക്കിനി മുന്നോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ മുള കൊണ്ടുള്ള ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ ഇതാണ് ഓക്കി നിൽക്കുന്നുണ്ട്. എടാ ഇത് ഫുള്ള് മുള കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വൈബില്ല, നല്ല രസമുണ്ട്. ബാക്ക് മുതലും ഫ്രണ്ട് മുതലും ഫുള്ള് നല്ല സെറ്റാണ്. പ്ലേസ് ഇതുണ്ടോ, ഇത് ഈ ചെറുതായിട്ടല്ല കേട്ടോ, നല്ല ഹൈറ്റും ഉണ്ട് ഈ ഒരു പ്ലേസൊക്കെ. ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ബാംബു ബ്രിഡ്ജാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചെറുക്കനുണ്ട് ഗൈസ്. നമ്മൾ മേളിൽ കയറി, ഇതാണ് ഇവിടുത്തെ ആംബിയൻസും ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, കാര്യങ്ങൾ പിന്നെ അവിടെ കുറച്ച് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് മേളിലത്തെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഇതിവിടെ ഉള്ള ക്യാൻറ്റീനാണ്. ഓക്കെ ആണെങ്കിൽ ഇവിടെ ചായയും മഴയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. ചുറ്റും നോക്കിയിട്ട് നല്ല ആംബിയൻസ്, നല്ല ഫാനൊക്കെ ഉണ്ട്, കാറ്റ് വെള്ളം. ഓക്കെ ഗൈസ്, ഈ പ്ലേസ് ഉണ്ടല്ലോ ഇത് നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഫാമിലിക്ക് എല്ലാവർക്കും വരാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലേസാണ് കേട്ടോ. വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല ക്യാൻറ്റീനുണ്ട്, വെള്ളത്തിനായാലും ഫുഡിനായാലും എല്ലാം ഉണ്ട് കേട്ടോ. സൂപ്പറാണ്, നല്ല വൈബാണ്. ഈ ഒരു സമയത്ത് ഇതാണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യാസ്തമയം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതും കൂടെ കണ്ടിട്ട് നിങ്ങളൊക്കെ വീട്ടിൽ പോകുന്നത് നല്ല രസമാണ്. ഓക്കെ, യെസ്, ദിസ് ഇസ് മടവൂർ ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ മടവൂർ പാറയുടെ ഏറ്റവും മേളത്തെ സീനറി കാര്യങ്ങൾ. പിന്നെ താഴെ ഒരു പ്ലേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. സോ അതും കൂടെ നമ്മളിപ്പം കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ അപ്പുറത്തിലൂടെ, പക്ഷെ നമ്മൾ ഇന്ന് ഇതിലൂടെയാണ് ഇറങ്ങുന്നത്. ഇച്ചിരി നല്ല സ്ലിപ്പിംഗ് ആയിട്ടുള്ള പ്ലേസാണ്, പക്ഷേ ഇതിൽ കൂടെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് അങ്ങോട്ട് നോ എൻട്രി ആണ്. ഇവിടെ ഇപ്പോൾ കണ്ട കൊള്ള ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. കണ്ട നമ്മളങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ടെന്ന് ഇരുട്ടിയതുകൊണ്ട് കേട്ടോ കിട്ടുന്നത്. അപ്പം ഗൈസ് നമ്മളപ്പുറത്ത് പോയി വഴിയൊക്കെ തെറ്റിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഓ, പിന്നെ നമ്മളിതിൻ്റെ മേളിൽ എന്താണെന്ന് നോക്കാറുത്ത് പോവുകയാണ്. മുടവറപ്പാറ തന്നെ കുറേ സ്ഥലങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. കൂടുതലും പ്രിഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇരിക്കാൻ പറ്റിയ സ്പോട്ടുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതാണ് ഏറ്റവും നല്ല ബെനിഫിറ്റ്. പീസ്ഫുള്ളായിട്ട് നിൽക്കുക, ഇരിക്കുക, അതൊക്കെ ചെയ്യാം. ഗൈസ് ഫൈനലി നമ്മൾ മടവൂർ പാറയിൽ നിന്നും യാത്രയാകാൻ പോവുകയാണ്. നൈറ്റ് നല്ലൊരു സ്പേസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതായത് മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ 9:30 മുതൽ 6:30 വരെയായിരുന്നു ഞാൻ കയറിയപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എൻക്വയറി ചെയ്ത ശേഷം അങ്ങനെ ടൈമില്ല, പിന്നെ ഇവിടെ നശിപ്പിക്കാത്ത, പിന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള പ്രോപ്പർട്ടി ആയിരുന്നു ഇതിന് മുന്നേ. പിന്നെ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇവിടെ ഇപ്പം ഫ്രീ ആയിട്ട് കയറി വരാൻ അവൈലബിൾ ആണ്, വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ നല്ല ആംബിയൻസ് ആണ്. പിന്നെ 5 മണിക്ക് 4 മണിക്ക് വന്നിരുന്നാലും നല്ല വെയിൽ, നല്ല രീതിക്ക് നമുക്ക് പ്രശ്നമാണ്. എന്നിട്ടാലും കുഴപ്പമില്ല. ഇവിടെ ക്യാൻറ്റീനുണ്ട്, വലിയ റേറ്റൊന്നുമല്ല, നോർമലി നമുക്ക് എല്ലാവർക്കും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ പ്ലേസാണത്. ഞാൻ പ്രിഫർ ചെയ്യണം, ഇരിക്കാൻ പറ്റിയ പ്ലേസാണ്. പിന്നെ നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതായത് എത്ര ഡിഗ്രി ആയിരിക്കാം, ഒരു 260 270 അങ്ങനത്തേലാണ് ഈ പാറ കിടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് കടൽ നേരത്തെ ഓകി കാണിച്ചെന്നല്ല,
അല്ല ഓക്കെ അല്ല റിയോ കാണിച്ചെന്നല്ലോ. പിന്നെ നല്ല ആംബിയൻസ് ആണ്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഇപ്പം ഏകദേശം ഒരു 6:30 ആയി കാണുമല്ലേ? ഓക്കെ 6:30 ആയി കാണും. എന്തായാലും നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങളടുത്ത് നമുക്ക് പങ്കിടാൻ പറ്റിയതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ വരുമ്പം ഞാൻ പറഞ്ഞതുപോലെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ കപ്പിൾസായിട്ട് വരാം, ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം. അതൊക്കെ ഒരു കുഴപ്പമില്ല, ഇവിടെ വേറെ ഇഷ്യൂസൊന്നും ഇല്ല. എനിക്ക് എന്തായാലും സ്പോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല കാറ്റ്. ഒരു 6 മണി മുതൽ നല്ല കാറ്റും ബൈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ ഗൈസ്, പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 6:30 വരെയാണ് ടൈമുള്ളത്. അതിന് ശേഷം ഇവിടെ സെക്യൂരിറ്റി ഇരുത്തില്ലെന്നാണ് തോന്നുന്നത്. നിലവിൽ ഇപ്പോൾ 6:30 ആയി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നല്ല ഫാമിലിൻ്റെയൊക്കെ നല്ല വരാൻ പറ്റിയൊരു ഇതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും താണ്ട ബാക്കിലത്തെ പ്ലേസൊക്കെ കണ്ടല്ലോ, സൂപ്പർ അല്ലേ? ഗൈസ് അപ്പോൾ എന്തായാലും ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല ഇരുട്ടുന്നുണ്ട്, വീഡിയോയ്ക്കും അതിലും ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ. സെക്യൂരിറ്റി ഊതുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇറങ്ങാൻ സമയമായി. ഞാൻ പറഞ്ഞത് തിരിച്ചടിയിരിക്കുന്നു, 6:30 വരെ ആയിരിക്കാം. സൈറൻ്റെ ഞാൻ പറഞ്ഞല്ലേ 6:30 വരെയാണ്. സോ ഇനിയിപ്പോൾ ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. നിലവിലപ്പോൾ നമ്മളിപ്പം പോവുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെയും സൈനിങ് ഓഫ്. ദിസ് ഇസ് റിയോ ആൻഡ് ദിസ് ഇസ് സൗദി. ഓക്കെ, സ്റ്റിൽ ട്യൂൺ. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യും. ഓക്കെ, ബൈ, സീ.